നല്ല പ്രകാശത്തോടു കൂടെ തന്നെ സ്റ്റാർട്ട് ചെയ്യട്ടെ അല്ലേ നമ്മുടെ വ്ളോഗിങ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗുഡ് മോർണിംഗ് അല്ല, ഗുഡ് ഈവനിങ് ആയിരിക്കും. കാരണം ഈവനിങ്ങിലായിരിക്കും ഈ വീഡിയോ വരുന്നത്. രാവിലെ നമ്മുടെ ട്യൂഷൻ ഉണ്ടല്ലോ ഒന്ന്, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ എന്താ പറയുന്നത്, ഒരു എക്സ്പ്രസ് ഡേ ആണ് കേട്ടോ ഇന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അധികം തിരക്കുള്ള ദിവസമാണ്. അപ്പോൾ 9 മണിയായി രാവിലെ എണീറ്റപ്പം. വേറെ ഒന്നല്ലെന്നേ, ഈ പിള്ളേർ കാരണം തന്നെ. നേരത്തെ കിടന്നുറങ്ങാമെന്ന് പറഞ്ഞപ്പം മമ്മി വീക്കെൻഡ് അല്ലേ എന്ന് പറഞ്ഞ് എന്നെയും പിടിച്ച് കിടത്തി. രാവിലെ 9 മണിയായി എണീറ്റപ്പം. അലാം വെച്ചത് 6:30 മണിക്കാണ്. പിന്നെ ഞാനും പിള്ളേരും അങ്ങ് കിടന്ന് ഉറങ്ങിയെന്ന് വേണം പറയാൻ. ഇവ എണീറ്റു, സെറക്കുട്ടി എണീറ്റിട്ടില്ല. അപ്പം ഞാൻ കരുതി നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് കരുതി. പുട്ട് എളുപ്പപ്പണിയാണല്ലോ. പുട്ട് വേറെ ഒന്നല്ല, നമ്മുടെ ചോളത്തിൻ്റെ പുട്ടാണ് കേട്ടോ. അപ്പം ചോളത്തിൻ്റെ പുട്ടാകുമ്പം വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കുറച്ചും കൂടെ ഹെൽത്തി ആണല്ലോ. കുറച്ച് വെള്ളക്കടലയും കൂടെ ഞാൻ കരുതി നമുക്ക് വെള്ളക്കടല കറിയായിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി. കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ വെള്ളക്കടല ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. എനിക്കറിയാം ഈ ആഴ്ചയിലേക്ക് അത് ആവശ്യം വരും എന്നറിയാം. സാറ്റർഡേ സൺഡേ നമുക്ക് കാര്യങ്ങൾക്ക് സമയമില്ലാത്തൊരു ദിവസമാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത മഴ മക്കളെ, ഒരു രക്ഷയില്ല. ഇങ്ങനെ ക്ലൈമറ്റ് ആണെങ്കിൽ ഇങ്ങനെ മാറി, ഇങ്ങനെ എന്താ പറയുക, ഇപ്പം കരയുമെന്ന് പറഞ്ഞ പോലെ നിൽക്കുന്നു, എന്നാൽ കരയുന്നുമില്ല. ഇടയ്ക്കൊരു നല്ലൊരു മഴ പെയ്തു, ആയിക്കൂടി മാറി ക്ലൈമറ്റൊക്കെ, ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയി. അപ്പം നമുക്ക് എന്താണെന്നുണ്ടെങ്കിലും വ്ളോഗ് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നിങ്ങളുടെ അവിടെയൊക്കെ മഴയൊക്കെ ഉണ്ടല്ലോ അല്ലേ? എല്ലാവരും നല്ല സേഫായിട്ടൊക്കെ തന്നെ ഇരിക്കുക കേട്ടോ. അധികം കടൽ ആ ഭാഗത്തേക്കൊന്നും പോകാൻ നിൽക്കണ്ട അല്ലേ? അങ്ങനെ നമുക്ക് എന്തായാലും ചോളം പുട്ട് നല്ല എളുപ്പമാണ് കേട്ടോ. സാധാരണ പുട്ട് ഉണ്ടാക്കാൻ എളുപ്പമാണ്, ചോളം പുട്ടെന്നല്ല. പക്ഷേ എനിക്ക് ഗോതമ്പ് പുട്ടിനെക്കാട്ടിലും പൊൻകതിരാണ് ഞാൻ അരിപ്പൂട്ട് ഉണ്ടാക്കുമ്പോൾ വാങ്ങാറുള്ളത്. പക്ഷേ നമ്മുടെ ചോളം പുട്ട് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഗോതമ്പ് പുട്ടിനെക്കാട്ടിലും കുറച്ചും കൂടെ ഈസി ആയിട്ട് തോന്നി. നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെയാണ്. ഇത് കഴിക്കാനും ഈ കടലക്കറിയുടെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ. എനിക്കിഷ്ടപ്പെട്ടു. എനിക്കിഷ്ടമാണ്, എനിക്കിങ്ങനത്തെ ഐറ്റംസൊക്കെ ഇഷ്ടമാണ്. എനിക്കിങ്ങനെ എന്താ പറയുന്നത്, ഇപ്പം വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ സാധാരണ വേറെ എന്തെങ്കിലും റെസിപ്പി നോക്കാമെന്നൊക്കെ കരുതിയതാണ് ഇന്ന്. പക്ഷേ സമയം ഉണ്ടായിരുന്നില്ല. 9:30 അലാം വെച്ചു, 6 മണിക്ക് അലാം വെച്ചു. 8:30 ആയപ്പോൾ കണ്ണുറന്നിട്ട് ഞാൻ കരുതി ഇനി എന്തായാലും വൈകിയില്ലേ, അപ്പോൾ എന്തായാലും ഇനി 9 മണി ആവട്ടെ എന്ന് കരുതി. എങ്ങനെയുണ്ട്, പിള്ളേർക്ക് പറ്റിയ സ്വഭാവമാണ് എൻ്റെ. അങ്ങനെ നമ്മുടെ പുട്ടിൻ്റെ ആവി വന്നു തുടങ്ങി. ഇപ്പുറത്ത് ഞാൻ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം പെട്ടെന്ന് എല്ലാം ചെയ്തില്ലെങ്കിലേ നമ്മുടെ കാര്യങ്ങൾ വിചാരിച്ച രീതിയിൽ അങ്ങ് നടക്കില്ല. നമുക്കിവിടെ നിന്ന് ഒരു 2 മണിക്ക് ഇറങ്ങേണ്ടതാണ്. ഇപ്പം തന്നെ സമയം ഏകദേശം 11 മണി അടുക്കെയായി. ഇനിയിപ്പോൾ ഇതിനുള്ളിലെല്ലാം കഴിയണം. അപ്പം പുട്ടിൻ്റെ ആവി വരുന്ന കണ്ടോ, എന്തൊരു സന്തോഷമാണല്ലേ. പണ്ട് എനിക്ക് എൻ്റെ തറവാട്ടിൽ ഓർമ്മ വരും ഈ ആവി കാണുമ്പോൾ, ഇങ്ങനെ കാണുമ്പം. വീട്ടിൽ ഞങ്ങളുടെ തറവാട്ടിൽ എപ്പോഴും പുട്ടായിരുന്നു. കാരണം അംഗസംഖ്യ കൂടുതലാണ്. അപ്പോൾ പുട്ടാണെന്നുണ്ടെങ്കിൽ സംഭവം ഈസി ആണല്ലോ. തറവാടെന്ന് പറഞ്ഞാൽ എൻ്റെ ഇവയുടെയൊക്കെ കാലത്ത്, നമ്മുടെ സെറംകുട്ടിയുടെയൊക്കെ കാലത്ത് ഞാൻ നിന്നിരുന്ന സ്ഥലം, അമ്മ വീട്. അപ്പോൾ ഇങ്ങനെ പുട്ടിൻ്റെ ആവിയായിരിക്കും രാവിലെ എണീക്കുമ്പോൾ ഇങ്ങനെ ഞാൻ പോകുന്നതാണ്. അമ്മമ്മയൊക്കെ 5 മണിക്കൊക്കെ എനിക്ക് പള്ളിയിലൊക്കെ പോകട്ടോ. 6 മണിക്ക് പള്ളി ഉണ്ടല്ലോ. അപ്പം 5 മണിക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ പാചകമൊക്കെ റെഡിയാക്കി പള്ളിയിലോട്ടൊക്കെ പോകും. അപ്പം നമ്മൾ 5 മണിക്കൊന്നും എണീക്കത്തില്ല. എന്നാലും ആ ഒരു ടൈമിൽ എപ്പോഴെങ്കിലും എണീക്കുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ചയായിരിക്കും മിക്കപ്പോഴും ഇങ്ങനെ ആവി വരുന്നത്. അങ്ങനെ നമ്മുടെ പുട്ടൊക്കെ റെഡിയായി. പുട്ടൊക്കെ ഞാൻ കാസറോളിലേക്ക് പകർത്തി. ഇനിയിപ്പോൾ നമുക്ക് കടല എന്തായാലും ഉണ്ടാക്കിയാലോ. കടല നമ്മുടെ ഓൾറെഡി വേവിച്ച് വെച്ചിരിക്കുന്നതുകൊണ്ട് അധികം പരിപാടിയൊന്നുമില്ല. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, സവാള മാത്രം ഇട്ട് വഴറ്റുന്നേ ഉള്ളൂ. അതിനിടയിൽ നമ്മുടെ ചെറുത് എണീറ്റ് വന്നു, അമ്മ എന്ന് പറഞ്ഞിട്ട്. അമ്മ ഹഗ്മി എന്ന് പറഞ്ഞിട്ടാണ് വന്നത് രാവിലെ തന്നെ കേട്ടോ. അവൾക്ക് അങ്ങനെ രാവിലെ എണീക്കുമ്പം ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, ഇന്ന് ചെല്ലാൻ പറ്റിയില്ല. അപ്പോൾ ഒന്ന് എണീറ്റ് എടുത്തു, ഒരു ഉമ്മയൊക്കെ കൊടുത്തു, ആളെ വിട്ടു. ഇനിയിപ്പോൾ ആളവിടെ ഫ്രഷ് ആയിക്കോളും. കാര്യങ്ങളൊക്കെ ഇപ്പം തന്നെ ചെയ്തോളും കേട്ടോ. എന്നിരുന്നാലും നമ്മൾ നോക്കണം, അവളങ്ങോട്ട് ആയി വരുന്നതേ അല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു പൊയ്ക്കോ വിട്ടോളൂ വാവേന്ന് പറഞ്ഞു. ഒരു ഉമ്മ കൊടുത്തിട്ട് വിട്ടോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയിപ്പം കടലക്കറിയും പുട്ടും കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം വയറ് നമുക്ക് ഓക്കെ ആകും. ഞാനാണെങ്കിലും രാവിലത്തെ ലേറ്റ് ആയിട്ടുണ്ട്. പിന്നെ കിടന്ന് ഉറങ്ങുവാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. കുറച്ച് ലേറ്റ് ആയാലും കുഴപ്പമില്ല. എണീറ്റിരിക്കുവാണെങ്കിൽ നേരത്തെ ഫുഡ് വേണം, അത്രേ ഉള്ളൂ. പക്ഷേ നമുക്ക് പ്രീ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഞാൻ നമ്മളുടെ എന്താ പറയുന്നത്, ചായ ഒരെണ്ണം കുടിച്ചായിരുന്നു. നല്ല കട്ടി ചായ ഒരെണ്ണം ഉണ്ടാക്കി കുടിച്ചു. പിന്നെ ഒരു മുട്ട കഴിച്ചിട്ടില്ല, ആൽമണ്ട് കഴിച്ചായിരുന്നു. കുട്ടികൾക്ക് ഇതേപോലെ തന്നെ ചായ കൊടുത്തു. സെറക്കുട്ടി കഴിച്ചിട്ടില്ല. സെറ ഇപ്പം വേക്കപ്പായിട്ട് വന്നതേ ഉള്ളൂ. അവൾ ഇനിയിപ്പം അവൾക്ക് 2 മുട്ട പുഴുങ്ങിയതൊക്കെ കൊടുത്താൽ മതി. പിന്നെ ആൽമണ്ടും ഉണ്ട് അവൾക്ക്. പിന്നെ അവൾക്ക് പഴം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു രാത്രി എന്നോട്. എനിക്ക് പഴം മതി, എന്താണെന്നറിയത്തില്ല, പുതിയ തോന്നലാണ്. എനിക്ക് പഴം മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവളുടെ കാര്യത്തിൽ ഏകദേശം ഓക്കെ ആയി. ഇപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും കൊടുത്താൽ മതിയല്ലോ. ഞങ്ങളെല്ലാവരും കൂടെ പോയി, ഫുൾ ഫാമിലിയായിട്ട് ട്യൂഷന് പോകുന്നു. എന്നിട്ട് അവിടെ നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്യും. കാരണം ഒരുമിച്ച് അങ്ങോട്ട് പോരാമല്ലോ. കാരണം 2 മണിക്കൂറുള്ളൂ ഈ ദിവസം ട്യൂഷൻ. അടുത്ത ദിവസമാണ് 4 മണിക്കൂറുള്ളത്. 4 മണിക്കൂറുള്ളപ്പോൾ ഞാൻ നിൽക്കത്തില്ല കേട്ടോ, ഇങ്ങ് പോരും. അങ്ങനെ നമ്മുടെ കടലക്കറി ആയിക്കൊണ്ടിരിക്കുവാണ്. ഇന്നെന്താണെന്ന് അറിയത്തില്ല, പതിവിലും നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ കടലക്കറിക്ക്. ഇപ്പോൾ മോള് പറഞ്ഞതാണ്,
കാരണം ഞാൻ ഒന്നും ഇട്ടിട്ടില്ല കാര്യമായിട്ട്. ഞാൻ വെളുത്തുള്ളി ഒന്നും ഇട്ടില്ല. പക്ഷേ വെളുത്തുള്ളി വെള്ളക്കടല ഇടുന്നത് എനിക്കിഷ്ടമാണ്, കാരണം ഗ്യാസിൻ്റെ പ്രോബ്ലം ഒന്നും വരത്തില്ല. വെള്ളക്കടല എനിക്ക് പൊതുവെ കുറച്ച് ഗ്യാസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇന്നത്തെ അറിയത്തില്ല, ഇന്നിപ്പോൾ ഭയങ്കര ഓട്ടം ആവുന്നതുകൊണ്ടിട്ട് ചിലപ്പോൾ ഗ്യാസിന് ഫോം ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെപ്പോഴും കഴിച്ചിട്ട് നേരെ വെറുതെ ഇരിക്കുമ്പോഴാണല്ലോ ഗ്യാസൊക്കെ വരുന്നത്. അപ്പോൾ അതെ, പുട്ടൊക്കെ റെഡിയായി. അപ്പോൾ നമ്മുടെ ഇവക്കുട്ടി റെഡിയായി വന്നിട്ടോ, അപ്പോഴേക്കും ഇവക്കുട്ടി റെഡിയായി വന്നു. പിന്നെ അവളുടെ കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തോളും. നമ്മളങ്ങനെ പുറകെ നടന്ന് അവൾ അങ്ങോട്ടൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അവൾ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തോളും. അപ്പോൾ ഇവക്കുട്ടി കഴിച്ചു. ഇപ്പം ഞാൻ കഴിക്കാൻ പോകുന്നു. അപ്പോൾ തന്നെ എനിക്ക് എന്തൊക്കെ തിരക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ സമയം 12 ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആസ്വദിച്ചേ കഴിക്കത്തുള്ളൂ. പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ, ആ മഴയുടെ ഒച്ച കേൾക്കാം. അപ്പോൾ ഞാൻ കൊച്ചു ടി വി ഇട്ടിരിക്കുന്നതുകൊണ്ടിട്ട് ഞാൻ വോയിസ് ഞാൻ ഓഫ് ചെയ്തിട്ടതാണ്. അപ്പോൾ നല്ലൊരു സുഖം. അപ്പം നമ്മളൊരു കാരണവശാലും നമ്മളെന്നല്ല, എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറഞ്ഞത്, ഓടിപ്പിടിച്ച് കഴിക്കുന്ന പരിപാടിയില്ല രാവിലത്തെ. പതിയെ കഴിക്കത്തുള്ളൂ. ഒരു 10-5 മിനിറ്റ് വൈകിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. മഴയും കാര്യങ്ങളൊക്കെ അല്ലേ സാർ, മനസ്സിലാവും. അങ്ങനെ എല്ലാ കുട്ടികളും മഴയത്ത് നമുക്കിപ്പോൾ ഓൺ ടൈമിൽ എത്താൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും ഒന്നും വഴക്കൊന്നും പറയത്തില്ല. അങ്ങനെ സാറ് നല്ല കമ്പനിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. നല്ല രീതിയിൽ സാറ് പഠിപ്പിക്കും കേട്ടോ. അതാണ് ഏറ്റവും വലിയ സാറിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇവയുടെ ട്യൂഷൻ ക്ലാസ്സിലെ സാറിൻ്റെ. അങ്ങനെ ചോറൊക്കെ റെഡി ആയിട്ടിരിക്കുവാണ്, ഉച്ചയ്ക്കുള്ള ചോറ്. അങ്ങനെ ഞാൻ ഇവരോട് ഞാൻ പറഞ്ഞു ചോറും നമ്മുടെ സോയാ ചങ്ക്സും പപ്പടവും മോരുചാറും കാച്ചാന്ന് പറഞ്ഞു, മോര് കറി കാച്ചാന്ന് പറഞ്ഞപ്പം അമ്മ എനിക്ക് പഴംപൊരി മതി എന്ന് ഇവ പറയുന്നത്. എനിക്ക് പഴംപൊരി മതി മമ്മി, കാരണം മഴയല്ലേ, നല്ല വൈബല്ലേ, പഴംപൊരി കഴിക്കാം ഒരു മൂടെന്ന്. അപ്പം ഞാൻ കരുതി എന്തിനാ ഇനിയിപ്പം, എന്തായാലും അവരുടെ ഇഷ്ടത്തിനാവട്ടെ. രാവിലെ എന്തായാലും കാർബ് ചെന്നിട്ടുണ്ടല്ലോ ചെറുതായിട്ട്, മുട്ടയെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ പഴംപൊരി ആവട്ടെ എന്ന് കരുതി. അപ്പോൾ ചോറ് ഞാൻ മാറ്റി വെച്ചു, വൈകിട്ടെടുക്കാമല്ലോ, പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ നല്ല ചൂട് പഴംപൊരി അങ്ങോട്ട് വറക്കാമെന്ന് കരുതി കേട്ടോ. അപ്പം പഴംപൊരിയും പിന്നെ ഒരു കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഓക്കെയാ. ഉൾട്ടയാണല്ലേ, വൈകുന്നേരം കഴിക്കേണ്ട ചായക്കുള്ള കടി ഉച്ചയ്ക്ക് കഴിക്കുന്നു. പക്ഷെ കുട്ടികളല്ലേ, അവർ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ പറയുമ്പോൾ നമുക്കുണ്ടാവത്തില്ലേ. മഴയുള്ളപ്പം എനിക്ക് സത്യത്തിൽ സന്തോഷമാണ് കേട്ടോ. പണി കുറയുകയും ചെയ്തു, എന്നാലും മഴ കണ്ട് കഴിക്കുകയും ചെയ്യാമല്ലോ. പക്ഷെ അതൊന്നും ഞങ്ങൾ വീഡിയോ എടുത്തില്ല, കാര്യമായിട്ട് ആസ്വദിക്കാൻ പറ്റിയില്ല. എന്നിരുന്നാലും ഒരു കട്ടൻ ചായ ഇട്ടിട്ട് ഒരു 3 പഴംപൊരി വെച്ചിട്ട് കഴിച്ചു. സെറക്കുട്ടി 2 എണ്ണേ കഴിച്ചിട്ടുള്ളൂ. സെറക്കുട്ടി ഞാൻ പിന്നെ ഒരു ഇത്തിരി ചോറ് കൊടുത്തായിരുന്നു, കാരണം അവൾ രാവിലെ കാര്യമായിട്ട് കഴിക്കാതിരുന്നുണ്ട്. അവൾക്ക് ഇത്തിരി ചോറ് കൊടുത്തായിരുന്നു. ഇവേ ഞാനും പഴംപൊരിയായിരുന്നു കഴിച്ചത് കേട്ടോ. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തൊക്കെ പരിപാടി ഉണ്ടെന്നറിയോ, ഒത്തിരി പണിയുണ്ട് എനിക്ക്. അതായത് എനിക്ക് ഒന്ന് സെറക്കുട്ടീനെ ഒന്ന് റെഡിയാക്കി ഇരുത്തണം, അതിനിടയിൽ എനിക്കൊന്ന് ഫ്രഷ് ആവണം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അങ്ങനത്തെ നമ്മുടെ പഴംപൊരിയും കാര്യങ്ങളെല്ലാം സംഭവം എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതേ പഴംപൊരിയുടെ മാവ് കുറച്ച് ബാക്കി ഉണ്ടാവുമല്ലോ, നമ്മുടെ മൈദാമാവാണിത്, ബാക്കി ഉണ്ടാവുമല്ലോ. പണ്ട് എൻ്റെ വീട്ടിൽ പഴം പൊരിച്ചു കഴിയുമ്പം ഇങ്ങനെയും മൈദാമാവ് കൊണ്ടിട്ട് ലാസ്റ്റ് ഇങ്ങനത്തെ പൊരി ഉണ്ടാക്കി തരും. അതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടം. പഴം പൊരിയേക്കാട്ടിലും ഇഷ്ടം ഇതാണ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ ഓർത്തു, നിങ്ങൾക്കുണ്ടോ ഇങ്ങനത്തെ നോസ്റ്റു? നമ്മുടെ വീടുകളിൽ ഇങ്ങനെ നമ്മുടെ അമ്മമാർ ബാക്കിയുള്ള പൊരി കൊണ്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കി തരും. നമുക്കത് ഭയങ്കര വലിയ കാര്യമാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ പൂച്ച നടക്കും പോലെ നടക്കുമായിരുന്നു അടുക്കളയിൽ ഇത് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ യാചിക്കേണ്ട ആവശ്യമൊന്നുമില്ല, തരും. എന്നിരുന്നാലും പഴം പൊരിച്ച് കഴിഞ്ഞിട്ടാണല്ലോ നമുക്ക് പൊരി കൊണ്ട് ഉണ്ടാക്കി തരത്തുള്ളൂ. അതുവരെ വെയിറ്റ് ചെയ്യാനുള്ള ആ ഒരു മനസ്സിൻ്റെ ആ ഒരു പിടിച്ചു നിർത്താൻ പറ്റാത്ത ചില അവസരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഉണ്ടാക്കി തരും, കൊച്ചു കുട്ടിയല്ലേ, അതുകൊണ്ട് ഉണ്ടാക്കി തരും. അപ്പോൾ അതിങ്ങനെ ഓർത്തു പെട്ടെന്ന് ഇന്ന് പഴം പൊരിച്ച സമയത്ത്. ഇന്നെന്നാലും എന്നും പഴം പൊരിക്കുമ്പോൾ ഞാനത് ഓർക്കാറുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ നമ്മളുടെ പാത്രങ്ങളെല്ലാം കഴുകി വെച്ചു, എല്ലാ പാത്രങ്ങളും കഴുകി വെച്ചു, ഏകദേശം എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പം കുറച്ച് വന്ന പാത്രങ്ങളൊക്കെ ഞാൻ അപ്പം തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ നടക്കണമെങ്കിൽ സിങ്കിൽ പാത്രം കൂട്ടിയിട്ടാലേ പിന്നെ മടിയാവും. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇവിടെ വേറെ പാത്രം കഴുകാനുള്ള വേലക്കാരിയോ അല്ലെങ്കിൽ മെഷീനോ ഒന്നുമില്ല, വേലക്കാരിയല്ല ഞാൻ തന്നെ. പിന്നെ അത് പെട്ടെന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ നല്ലത്, അല്ലെങ്കിൽ ഞാൻ തന്നെ സ്ട്രഗിൾ ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ നമ്മുടെ കാസറോളിലുണ്ടായിരുന്ന ചോറും നമ്മുടെ പാത്രത്തിൽ നിന്ന് പകർത്തി കാസറോളിൽ വെച്ചു, കാരണം നമ്മൾ ഇത്ര നേരം ലേറ്റ് ആവുമല്ലോ. ഇനി തിരിച്ച് ഞങ്ങൾ കറങ്ങി തിരിഞ്ഞൊക്കെ എത്തുമ്പോൾ ഒരു 6:30-7 മണിയൊക്കെ ആകും. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും ചോറ് നമുക്ക് കാസറോളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ സേഫാണ്. കാരണം മഴക്കാലമല്ലേ, ഒരു ഉറുമ്പ് വെള്ളം വന്നാലോ, വേറെ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതെല്ലാം വെച്ചു. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത പരിപാടി ആ പാത്രം കഴുകണ്ടേ. ആ പാത്രം വെള്ളത്തിലിട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ ആ കൂടി അലമ്പായി പോവും. ചെറിയൊരു ഓസിറ്റി ഇടയ്ക്ക് പൊങ്ങി വരുവേ. അപ്പം ഞാൻ കുളിച്ച് റെഡി ആയിട്ട് വരാം കേട്ടോ. ഹലോ, അപ്പം നമ്മളത് ഏകദേശം റെഡി ആയിട്ടോ. നമുക്കിഞ്ഞും ഒരുങ്ങിപ്പോയാലോ, ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോയാലോ. അപ്പം ഈ ഡ്രസ്സ് വന്നിട്ട് ഞാൻ ചേച്ചി എന്താണ് കാശ്മീരാണോ എന്നൊന്നും ചോദിക്കാൻ നിൽക്കല്ലേ. കാരണം എൻ്റെ ഹസ്ബൻഡ് എന്നോട് എപ്പോഴും കളിയാക്കുന്ന ഒരു ഡ്രസ്സാണ് കേട്ടോ. പുള്ളിക്ക് അത് ഒട്ടും ഇഷ്ടമല്ല. കാരണം ഞാൻ കാറ് വാങ്ങാൻ പോയപ്പം ഈ ഡ്രസ്സാണ് ഞാൻ ഇട്ടത് കേട്ടോ. അതെന്താ ഇഷ്ടമല്ലാത്തതെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ, പുള്ളിക്ക് ഇഷ്ടമല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഇന്ന് നല്ലതല്ലേ എന്നാട്ടോ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്. ഇതിന് എന്താ ഒരു കുഴപ്പം ഈ ഡ്രസ്സിന്? അടിപൊളിയല്ലേ ഈ ഡ്രസ്സ്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അതുകൊണ്ട് ഞാൻ എടുത്തിട്ടു. പിന്നെ ഇട്ടത് വേറെ ഒന്നല്ല, നല്ല തണുപ്പ് പുറത്ത്, അത്യാവശ്യം നല്ലൊരു ഭയങ്കര ഒരു മഴയുള്ളൊരു കാലാവസ്ഥ. അപ്പം മഴ പെയ്യണോ വേണ്ടയോ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുവാണ് കേട്ടോ. അപ്പം ഞാനപ്പോൾ കരുതി എന്തായാലും ഈ ഡ്രസ്സ് ഇട്ട് പുറത്തേക്ക് ഇറങ്ങാം, എന്താ ഈ ഡ്രസ്സിനൊരു കുഴപ്പം, ഇടയ്ക്ക് ഇടണ്ടേ, എല്ലാ ഡ്രസ്സും ഇടണമല്ലോ, സ്റ്റുഡിയോ പ്രൊഡക്റ്റ് ആണ് കേട്ടോ, കൊള്ളാമല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ഇട്ടിട്ട് ഭംഗിയില്ലേ.
ഇതിപ്പോൾ നമ്മളുടെ ചെടികളുടെയൊക്കെ അവസ്ഥയാണ്. മഴ പെയ്തപ്പോൾ കുറച്ചെടുത്ത് നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. സരക്കുട്ടി കുടയും പിടിച്ച് നിൽക്കുന്നുണ്ടോ? മഴ പെയ്യും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസത്തോടെ എൻ്റെ മകൾ ഇറങ്ങിയിരിക്കുവാണ്. ഈ കുട വാങ്ങിച്ചിട്ട് വർഷം 1.5 പക്ഷെ നല്ലൊരു മഴ കൊള്ളാൻ ഈ കുടയ്ക്കും ഭാഗ്യമില്ല, എന്നാലും അത് ആസ്വദിക്കാൻ സെറക്കുട്ടിക്കും ഭാഗ്യമില്ല. അതുകൊണ്ടിട്ട് സെറക്കുട്ടി ഇന്നെങ്കിലും ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് മഴ കൊള്ളുമല്ലേ അമ്മ എന്ന് പറഞ്ഞ് കുട പിടിച്ചിരിക്കുവാണ് കേട്ടോ. അല്ലെങ്കിൽ കുടയ്ക്ക് മഴ കൊള്ളിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുട പിടിച്ചിരിക്കുവാണ്. കാരണം നല്ല മഴയുള്ളപ്പോൾ അവളെ ഞങ്ങൾ സ്കൂളിൽ കൊണ്ടുവന്ന് ആക്കാറുണ്ട്. അതുകൊണ്ട് അവൾക്ക് മഴ കൊള്ളേണ്ട ആവശ്യമില്ല. പക്ഷേ മഴ കൊള്ളാൻ കാത്തിരിക്കുന്ന കുട്ടിയാണത്. അങ്ങനെ. അപ്പം നമുക്ക് ഇനി വിശേഷത്തിലോട്ട് കടന്നാലോ. ഞാൻ ഇന്നിപ്പോൾ പറയാൻ പോകുന്ന വിഷയം എന്താണെന്നറിയോ? നമ്മുടെ ആലുവയിൽ ഒരു കുഞ്ഞ് ഇതുപോലെ തന്നെ അമ്മ പുഴയിലെറിഞ്ഞു മരിച്ചില്ലേ, കുഞ്ഞ് മരിച്ചു പോയല്ലോ. ശരിക്കും അതിൽ ശിക്ഷിക്കപ്പെടേണ്ടവരാരാണ്? ആ കുഞ്ഞിൻ്റെ കൊച്ചച്ഛനും ആ കുഞ്ഞിൻ്റെ അച്ഛനും തന്നെയാണ്. കാരണം ഒരു കുഞ്ഞ് ഇങ്ങനെ അനുഭവിക്കുന്നുണ്ടെന്ന് അതിൻ്റെ അമ്മ അച്ഛനോട് പറഞ്ഞിട്ടും അച്ഛൻ്റെ വീട്ടുകാരോട് പറഞ്ഞിട്ടും അമ്മ വീട്ടുകാരോട് പറഞ്ഞിട്ടും അവരൊന്നും വലിയ വില അതിന് കൊടുത്തില്ല. തുടരെയുള്ള ആ ഒരു ഡിപ്രഷനും ആദ്യം കൊണ്ടിട്ട് ആ സ്ത്രീ ചെയ്തത് എന്താണ്? അവസാനം സ്വന്തം കുഞ്ഞിനെ തന്നെ അങ്ങോട്ട് ഇല്ലായ്ക ചെയ്ത് കളഞ്ഞു. അതിൻ്റെ ഒരു 100%-ിലൊരു 90% കുറ്റക്കാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സറൗണ്ടിങ്സിലുള്ളവർ തന്നെയാണ്. ശരിയല്ലേ? കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മളുടെ കയ്യിലിരിക്കുന്നിടത്തിനേക്കാളും സേഫായിട്ട് വേറെ എങ്ങും ഇരിക്കാൻ പറ്റത്തില്ല. നമ്മൾ ഈ കുഞ്ഞിന് 9 മാസം ചുമന്ന കണക്കോ അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കി കണക്കോ ഒന്നും പറയണ്ട. എൻ്റെ മോളോടൊക്കെ അതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, നമ്മുടെ ആ ദിലീപിൻ്റെ ഡയലോഗില്ല ആ സിനിമയിൽ, അതേപോലെ പറയും. എന്നാൽ മമ്മി ഇരിക്കും ഒരു കൊട്ടയിൽ കയറിയിട്ട്, ഞാൻ 10 മാസം അമ്മനെ തലയിൽ ചുമന്ന് നടക്കാമെന്ന് പറയും. കാരണം നമ്മൾ ആ ചുമക്കൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളൊരു നല്ലൊരു മൊമെൻറ്റിൽ നമ്മൾ നല്ല ആസ്വദിച്ചുണ്ടായ ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ കുഞ്ഞ്. റേപ്പ് എക്സ്ക്ലൂഡിങ് റേപ്പ് അറ്റംപ്റ്റ് അല്ലേ? അല്ലാതെ നമ്മൾ ആ കുഞ്ഞുങ്ങളെ നോക്കിയ കണക്കും വളർത്തിയ കണക്കും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നാളെ എൻ്റെ കുഞ്ഞുങ്ങൾ എന്നോട് ഇത് തന്നെ പറയും. ഞാനും എൻ്റെ കുഞ്ഞുങ്ങളോട് കണക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. മക്കളെ നോക്കുക നമ്മുടെ ഉത്തരവാദിത്വമാണ്. പിന്നെ ജോലി സംബന്ധമായിട്ട് നമുക്ക് ഒരു നിവൃത്തിയില്ലാന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ, അമ്മ വീടോ അച്ഛൻ വീടോ അല്ല, സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ അവരെ ഏൽപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചെയ്യാൻ പറ്റാവുന്ന കാര്യം. മാക്സിമം എത്ര ജോലി തിരക്കാണെന്നുണ്ടെങ്കിലും നമ്മൾ മക്കളുടെ അടുത്ത് നിൽക്കാൻ പറ്റുന്ന ഒരു 100% നമുക്ക് കൊടുക്കുക. അവരുടെ ഒപ്പം നമ്മളുണ്ട്. ആ ഒരു വിശ്വാസമാണ് ഒരു കുഞ്ഞിന്, ഒരു പെൺകുഞ്ഞിനാണെങ്കിലും ആൺകുഞ്ഞിനാണെങ്കിലും മുന്നോട്ട് വളരാനും അവരുടെ ആ ഒരു ഇമോഷണൽ കോഷ്യൻ്റ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു സാഹചര്യങ്ങൾ. അതൊരു 20 വയസ്സിലോ 18 വയസ്സിലോ കിട്ടിയിട്ട് കാര്യമില്ല. അവരുടെ ഈ അറിവാവുന്ന, അതായത് ഇപ്പോൾ സെറക്കുട്ടിയുടെയൊക്കെ പ്രായമില്ലേ, ടോഡർ സ്റ്റേജ്, ആ സ്റ്റേജ് തൊട്ടിട്ട് അവർക്കത് കിട്ടേണ്ടതാണ്. ശരിക്കും ബേബി ആയിരിക്കുമ്പോൾ തൊട്ട് കിട്ടേണ്ടതാണ്. എന്നാലും ഞാൻ ഈ പ്രായത്തിലുള്ളൊരു കുഞ്ഞല്ലേ ആ കുഞ്ഞും, അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇതിപ്പോൾ പറഞ്ഞു വരുമ്പോൾ എനിക്ക് വേറൊരു കാര്യം പറയേണ്ടി വരും. നമ്മുടെ ഇവക്കുട്ടിക്ക് ഉണ്ടായ ഒരു ഇൻസിഡൻ്റ് ആണ് കേട്ടോ. അതായത് ഇവക്കുട്ടിക്ക് ഒരു സൈബർ ആയിട്ടുള്ളൊരു ഇഷ്യൂ വന്നായിരുന്നു ഒരു ഇൻസ്റ്റാഗ്രാമിൽ. അവരുടെ ക്ലാസ്സിലുള്ള സഹപാഠികൾ തന്നെ ചെയ്ത പരിപാടിയാണ് കേട്ടോ. ബോയ്സ് തന്നെ ചെയ്ത പരിപാടിയാണ്. മോൾക്കിട്ട് പണി കൊടുക്കാൻ ചെയ്തതാണ്. അവക്കടെ പേരിൽ ഒരു ഫേക്ക് ഐ ഡി ഉണ്ടാക്കി. കാരണം അവക്കടെ ഡാഡീനെ, ഈ ആൺകുട്ടികൾക്ക് ഒരു പ്രത്യേക സ്വഭാവമുണ്ട് ഇവിടുത്തെ, തന്തനെ വിളിച്ചുള്ളൊരു കളി ഉണ്ടായിരുന്നു. നിർത്തി, ആ സ്വഭാവമൊക്കെ നിർത്തി, മാന്യന്മാരാവണം. കാരണം തന്തനെ വിളിച്ചിട്ടല്ല കളിക്കേണ്ടത്, അപ്പനും അമ്മനെയും വിളിച്ച്. അത് ആൺകുട്ടിയുടെ അപ്പനും അമ്മനെയും വിളിക്കേണ്ട ആവശ്യമില്ല, പെൺകുട്ടികളുടെ അപ്പനും അമ്മനെയും വിളിക്കേണ്ട ആവശ്യമില്ല. അത് ഭയങ്കര ഒരു പ്രൗഡാണെന്ന് ഒരുത്തന്മാരും ചിന്തിക്കാനും നിൽക്കരുത്. കാരണം 14 വയസ്സിലൊക്കെ അത്യാവശ്യം ബുദ്ധിയും ബോധമൊക്കെ ഉണ്ടാവില്ല. അത്ര വലിയ മന്ദബുദ്ധികളൊന്നും ആയിരിക്കത്തില്ല. ഒട്ടും ബുദ്ധിയില്ലെങ്കിൽ മന്ദബുദ്ധി എന്നാണ് വിളിക്കേണ്ടത്. അങ്ങനെ വന്ന് വിളിച്ചു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പം സഹപാഠികൾ ചെയ്ത പരിപാടി അതൊക്കെ സഹപാഠികളൊക്കെ ആണെന്ന് അറിഞ്ഞതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിത് സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തു. കാരണം ഈ ഫേക്ക് ഐ ഡി എൻ്റെ കണ്ണിൽ പെട്ടു. എൻ്റെ കണ്ണിൽ പെട്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം നോക്കുമ്പം ഈ മ്യൂച്വൽ ഫ്രണ്ട്സിൻ്റെ ഇതിൽ വരത്തില്ലേ, അപ്പം അവക്കടെ ക്ലാസ്സിലുള്ള മിക്ക കൂട്ടുകാരും അത് ഫോളോ ചെയ്തിട്ടുണ്ട്. പിന്നെ അത് ഫ്രഷായിട്ട് ക്രിയേറ്റ് ചെയ്ത ഐഡിയ ആണെന്നും നമുക്ക് മനസ്സിലാവുമല്ലോ, കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും. കുറച്ച് ഫോളോവേഴ്സേ ഉള്ളൂ. ഉടനെ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു. അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു, ഇനിയും വെച്ചുകൊണ്ടിരിക്കേണ്ട, നേരെ ചെന്നിട്ട് സൈബറിൽ ചെന്ന് കംപ്ലയിൻറ്റ് കൊടുത്തോളാൻ പറഞ്ഞു. അതിനുള്ള കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ ഡി കൊടുത്ത് കോൾ ഗേളിൻ്റെ ഐഡിയ ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അവളുടെ പേര് കൊടുത്തിട്ടുണ്ട്, അവളുടെ ഫോട്ടോയും കൊടുത്തിട്ടുണ്ട്. അവൻ ഉണ്ടാക്കിയവൻ മൈനർ ആയതുകൊണ്ടിട്ട് ഊരിപ്പോന്നു. അവൻ എങ്ങാനും 18 വയസ്സ് കഴിഞ്ഞവനായിരുന്നെങ്കിൽ അവൻ്റെ പണി കിട്ടിയേനെ. അങ്ങനെ വന്നിട്ട് ഞാൻ ആ സമയത്ത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എവിടെന്നോ ഒരു യൂണിവേഴ്സ് തന്നെ നമുക്കൊരു എനർജി തരുന്നെന്ന് പറയത്തില്ലേ, ഒരു മോളുടെ ഫോട്ടോ വെച്ചിട്ട് അവളുടെ അപ്പൻ്റെ പേര്, അവളുടെ അപ്പൻ്റെ ഇപ്പോൾ സാമിൻ്റെ
പേരിൻ്റെ മുമ്പിൽ തന്നെ കുണ്ടൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ആ ഉണ്ടാക്കിയവൻ്റെ സംസ്കാരം എന്താണെന്ന്. അപ്പോൾ എനിക്കറിയാമായിരുന്നു ഇത് ഈ ഒരു ചെറുക്കൻ ഒരാൾ മാത്രമല്ല കളിച്ചിരിക്കുന്ന, ഒരുപാട് പേര് കളിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു ഈ ഒരു കാര്യത്തിൽ. അപ്പോൾ സ്കൂളിൽ നിന്ന് എനിക്ക് കോൾ വരുന്നു. സ്കൂളിൽ ഏതോ ഒരു ടീച്ചറും കണ്ടെന്നാണ് പറഞ്ഞത്, കാരണം മ്യൂച്വൽ ഇതിൽ കാണുമല്ലോ. അപ്പോൾ ഞാൻ സ്കൂളിൽ പറഞ്ഞു, സിസ്റ്ററെ എനിക്ക് കാര്യം അറിയാം, ഞാൻ സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ് ഞാൻ വരുന്നത്, ഇവ ഇന്നസെൻ്റ് ആണ്, മോൾ ഓക്കെ ആണോ, മോൾക്ക് ഫോൺ കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവ മോൾ പെട്ടെന്ന് കൊച്ചു പേടിച്ചു പോയി. കൊച്ചു പറഞ്ഞു, അമ്മ ഇങ്ങനെയൊക്കെ പറയണേ, എനിക്കൊന്നും അറിയത്തില്ല, എനിക്കറിയാമായിരുന്നു അവളിതിൽ നിരപരാധിയാണെന്ന് എനിക്കറിയാം, കാരണം അവൾ ഒരിക്കലും അവൾ അത് അറിഞ്ഞിട്ടില്ലെന്നറിയാം. ഞാൻ പറഞ്ഞു, മോളെ മമ്മി സൈബർ സെല്ലിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടാണ് വരുന്നത്, മോളുടെ ഒപ്പം ഞങ്ങളുണ്ടല്ലോ, ഒന്നും സംഭവിച്ചിട്ടൊന്നുമില്ല, മോളല്ലാന്ന് അറിയാമെന്ന് പറഞ്ഞു. പിന്നെ ഇവൾക്ക് പറ്റിയൊരു അബദ്ധം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവളൊരു ഇൻസ്റ്റ ഐ ഡി ഞങ്ങൾ ഇവൾക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഇൻസ്റ്റയിൽ ഇങ്ങനെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ നമ്മൾ ബർത്ത്ഡേ വിഷ് ചെയ്യണ പരിപാടിയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഇവൾ യൂസ് ചെയ്യത്തില്ല, ഞങ്ങൾ യൂസ് ചെയ്യാൻ സമ്മതിക്കാറില്ല. പിന്നെ ഞങ്ങളൊക്കെ ആണെങ്കിലും സമയമില്ല അത് തുറന്നിട്ട് അവളുടെ ഫ്രണ്ട്സിൻ്റെ ബർത്ത്ഡേ ഒക്കെ വിഷ് ചെയ്യാൻ അവൾ പറയാറുണ്ട്. അങ്ങനെ അവൾ ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ ഐ ഡിയും പാസ്വേഡും അത് ഞങ്ങൾക്കറിയാമായിരുന്നു. അവളുടെ ഒരു കൂട്ടുകാരത്തേക്ക് കൊടുത്തു ഈ പുതിയ സ്കൂളിൽ. അപ്പോൾ അവൾ ചെയ്തോളുമല്ലോ, അപ്പോൾ ഇവൾ ചെയ്യുന്നതെന്ന് വിചാരിക്കുകയും ചെയ്യും. അപ്പോൾ ഫ്രണ്ട്സ് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിണങ്ങാതിരിക്കാൻ നമ്മളത് പറഞ്ഞിട്ട് കാര്യമില്ല, പുതിയൊരു ട്രെൻഡാണ്. പക്ഷെ അവൾ ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളത് കൊടുത്തു. മറ്റു കുട്ടി ചെയ്ത മിസ്റ്റേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസം മുതലെടുത്തു. കാരണം അവൾ ഇവക്കടെ ഇൻസ്റ്റ ഐ ഡി തുറന്നിട്ട് എന്തൊക്കെയോ സ്റ്റാറ്റസൊക്കെ ഇങ്ങനെ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഇരിക്കുമായിരുന്നു. അത് എൻ്റെ മോളല്ല, അതും ഞാൻ തെളിയിച്ചു. കാരണം അതെൻ്റെ മകളല്ല, കാരണം ഞങ്ങളുടെ IP അഡ്രസ്സിൽ നിന്നല്ല പോയിരിക്കുന്നതെന്ന് സൈബറിൽ നിന്ന് എടുക്കാൻ പറ്റുമല്ലോ. അങ്ങനെ ഇത്തരം കാര്യങ്ങൾ ഞാൻ സൈബറിൽ നിന്ന് എടുപ്പിച്ചു. അങ്ങനെ ഞാനത് കംപ്ലൈൻ്റായിട്ട് ഞാനത് ഫയൽ ചെയ്തു. സൈബറുകാരെനിക്ക് വേണ്ട രീതിയിലൊക്കെ ചെയ്തു തന്നു. ഇത് ഏതവനാണെന്ന് പറഞ്ഞാലും ഞാൻ പൊക്കുകയും ചെയ്തു. അവൻ്റെ അപ്പനും അമ്മനെയും സൈബറിൽ വിളിപ്പിച്ചു. അമ്മയാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് വിഷമിച്ചു. അമ്മ പറയുന്ന ന്യായങ്ങളൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളായിരുന്നു. പിന്നെ എനിക്കറിയാമായിരുന്നു ആ പിടിച്ചവൻ ഒരുത്തനല്ല ചെയ്തിരിക്കുന്നത്, അതിൻ്റെ പുറകിൽ കുറച്ച് ആൺപിള്ളേരുണ്ട്. അപ്പോൾ പക്ഷേ കാലും കൈയൊക്കെ പിടിച്ച് പറഞ്ഞു. അങ്ങനെ നമ്മൾ വിചാരിച്ചു ഓക്കെ സോറി പറഞ്ഞു. ഇപ്പം നല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു. സ്കൂൾ മാനേജ്മെൻ്റ് ആണെങ്കിലും വളരെയധികം നമ്മളോട് ഹെൽപ്ഫുള്ളായിട്ടാണ് അവർ ഇടപഴകിയത്. അവർ പറഞ്ഞായിരുന്നു ആ ചെയ്ത കുട്ടിക്ക് TC കൊടുക്കണമെങ്കിൽ TC കൊടുത്തു വിടാം, കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞു ഓക്കെ 10th അല്ലേ, അല്ല 9th ആയിരുന്നു അന്ന്, 9th അല്ലേ, ഇനി മേലാൽ ആവർത്തിക്കരുത്. ഇനി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇതും കൂടി കൊടുക്കുക, കാരണം അവൻ്റെ പ്രായത്തിൻ്റെയും പിന്നെ അവനൊരാൾ മാത്രമല്ല ശിക്ഷിക്കപ്പെടേണ്ടതെന്നും എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് പോകുന്നു. അവൾ ഓക്കെയാണ്, അവളും ഹാപ്പിയാണ്, അവൾക്ക് സത്യം തെളിഞ്ഞല്ലോ. അപ്പോൾ ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ പെൺകുട്ടികളുടെ കൂടെ തന്നെ നിൽക്കുക. എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യാവസ്ഥ ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ആരായാലും തകർന്നു പോകും. പക്ഷേ നമ്മൾ എത്ര വന്നാലും അതിന് നമ്മളുടെ നിയമത്തിൽ നമ്മൾ വിശ്വസിക്കുക, നമ്മൾ വേണ്ട രീതിയിലുള്ള ആക്ഷൻ ആ സമയത്ത് എടുക്കുക. അല്ലാണ്ട് എല്ലാം കഴിഞ്ഞിട്ട്, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായി കഴിഞ്ഞിട്ട് കൊച്ചിനോട് നമ്മൾ ചോദ്യം ചെയ്ത് അത് ഒരു ആളുകളുടെ മുമ്പിൽ അവളെ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ അവളെ മാക്സിമം ചൂഷണം ചെയ്തിട്ട് ആ കൊച്ചിനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ട് നമ്മൾ പിന്നെ കിടന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. കൂടെ നിൽക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ, സീ യു.